ഇന്ന് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചസും ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ബാക്കിലേക്ക് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹുക്കിൽ 2 പ്രാവശ്യം ചുറ്റിച്ചിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് 4 ലൂപ്പ് നമുക്ക് കിട്ടും. അതിൽ 2 ലൂപ്പിലൂടെ ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്ത് ചെയ്യുക, പിന്നെ 2 എണ്ണത്തിൽ കൂടെ ചെയ്യുക, പിന്നെ 2 എണ്ണത്തിൽ കൂടെ ചെയ്യുക. അങ്ങനെ 3 തവണ ക്രോഷ്യ ചെയ്യുക. ഒന്നുകൂടി കാണിക്കുക. 2 തവണ നമ്മൾ ഹുക്ക് ചുറ്റിച്ചു, എന്നിട്ട് അടുത്ത ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തെടുത്തു. അപ്പോൾ 4 ലൂപ്പ് നമ്മളുടെ ഹുക്കിലുണ്ടാവും. അതിൽ 2 എണ്ണത്തിലൂടെ ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ കിട്ടുന്നതിൽ 2 എണ്ണത്തിലൂടെ ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന 2 എണ്ണത്തിലൂടെ ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചുറ്റിക്കുക, 2 തവണ ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്ത് ലൂപ്പ് അകത്തൊക്കെ വലിക്കുക. അങ്ങനെ 4 ലൂപ്പ് കിട്ടുന്നതിൽ 2 എണ്ണത്തിലൂടെ മാത്രം ആദ്യം എടുക്കുക, പിന്നെ 2 എണ്ണത്തിലൂടെ എടുക്കുക, പിന്നെ 2 എണ്ണത്തിലൂടെ എടുക്കുക. അപ്പോൾ 3 തവണ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ഒക്കെ പറയുമ്പോൾ നമ്മൾ 2 തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ, 2 ടൈംസ്. ഇത് നമ്മൾ 3 ടൈംസ് ചെയ്യുന്നതാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. കണ്ടില്ലേ, സിമ്പിളാണ്. 2 തവണ ചുറ്റിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ തവണയാണ് ഇങ്ങനെ ഹുക്കിൽ ചുറ്റിച്ചിട്ട് എടുക്കുക. ഇത് 2 തവണ ചുറ്റിക്കുക, ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. അപ്പോൾ 4 ലൂപ്പ് കിട്ടും. അതിൽ 2 എണ്ണത്തിലൂടെ വലിച്ചെടുക്കുക, പിന്നെ 2 എണ്ണത്തിലൂടെ ചെയ്യുക, പിന്നെ 2 എണ്ണത്തിൽ കൂടെ ചെയ്യുക. ഇത് സംഭവം നല്ല രസമല്ലേ. നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കും ഫൈനൽ ലുക്ക് കേട്ടോ ട്രിപ്പിൾ ക്രോഷ്യൻ്റെ.